താനൂർ കസ്റ്റഡി മരണത്തിൽ പോലീസിനെതിരെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജന്റെ മൊഴി. മർദ്ദനമാണ് താമിർ ജിഫ്രിയുടെ മരണകാരണമെന്നാണ് CBI ഫോറൻസിക് വിഭാഗത്തിന് ഡോക്ടർ ഹിതേഷ് ശങ്കർ നൽകിയ മൊഴി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനാണ് ഡോക്ടർ ഹിതേഷ് ശങ്കർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ ഡോക്ടർ ഹിതേഷിനെതിരെ ഗുരുതര ആരോപണവുമായി പോലീസ് രംഗത്തെത്തിയിരുന്നു. ഒരുവിധം സത്യം പറയുന്ന ആളാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് നീങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സമീർ ബിൻ കരീം നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ഹിതേഷ് ശങ്കർ ഈ കാര്യത്തിൽ സത്യം പറയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിനെതിരെ നീങ്ങാനാണോ പോലീസിൻ്റെ നീക്കം? SKN നേരത്തെ ഹിതേഷ് ശങ്കർ നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് മർദ്ദനം മരണകാരണമായി എന്നുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു. ഇതാണ് പോലീസും ഹിതേഷ് ശങ്കറും തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഹിതേഷ് ശങ്കർ അതേ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് CBI സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി ഈ ഫോറൻസിക് സർജൻ ഹിതേഷ് ശങ്കറിന്റെ ഒപ്പം തന്നെ മറ്റു 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ മരിച്ച താമിർ ജിഫ്രിയുടെ ശരീരത്തിൽ 21 മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ 19 മുറിവുകളും മരണത്തിന് മുൻപേ സംഭവിച്ചതാണ്. ഈ മുറിവുകളുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായി തന്നെ ചോദിച്ചു. അതോടൊപ്പം തന്നെ മരണകാരണം ഈ ശരീരത്തിനകത്തുണ്ടായിരുന്ന നീർക്കെട്ടാണ് എന്നുള്ളതാണ് ഈ സർജൻ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ശ്വാസകോശത്തിലുണ്ടായിരുന്ന നീർക്കെട്ടാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതുമായിരുന്നു. എന്നാൽ ഈ നീർക്കെട്ടിന് കാരണമായിരിക്കുന്നത് ഈ താമിർ ജിഫ്രിക്കേറ്റ മർദ്ദനമാണ് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അത് CBI സംഘത്തോട് ഹിതേഷ് ശങ്കർ ആവർത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നീർക്കെട്ടിനുള്ള മറ്റൊരു കാരണം ഈ അമിതമായ ലഹരി ഉപയോഗമാണ്. അതായത് അമിതമായ ലഹരി ഉപയോഗവും പോലീസിന്റെ മർദ്ദനവുമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ഹിതേഷ് ശങ്കറിന്റെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതിയാണ്, അതായത് 2023 ഓഗസ്റ്റ് 1-നാണ് താനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് ഈ താമിർ ജിഫ്രി എന്ന് പറയുന്ന യുവാവ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് CBI കേസ് ഏറ്റെടുക്കുകയും നിലവിൽ CBI കേസ് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. CBI DYSP കുമാർ ഉണക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. അവർ നിലവിൽ മൊഴിയെടുപ്പെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഈ 3 ഡോക്ടർമാരുടെ ഒപ്പം തന്നെ താമിർ ജിഫ്രിയുടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്ടറുടെ മൊഴിക്ക് പുറമെ താമിർ ജിഫ്രിയുടെ മാതാവ് CBI സംഘത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചു. കാരണം കേസ് ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ കേസിൽ കാര്യമായ ഒരു അറസ്റ്റ് പോലും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു CBI സംഘത്തോട് കുടുംബത്തിന്റെ അതൃപ്തി. എന്നാൽ CBI സംഘം ഉചിതമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ നിലവിൽ CBI സംഘം മലപ്പുറത്ത് തുടരുകയാണ്. ഇവരുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.